ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ ഓൾറെഡി ഒരു 3 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം വേറൊരു കണ്ടന്റ് എടുത്ത് വെച്ച് സംസാരിക്കണ്ട എന്ന് കരുതിയതാണ്. മറ്റൊന്നുമല്ല, ചെറിയൊരു തൊണ്ടവേദനയുണ്ട്. അതേപോലെ തന്നെ ഒരു തലവേദന. മിക്കവാറും നാളെ പനി വന്ന് അടിയാണ്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ ഇരുന്ന സമയത്താണ് ഞാൻ അതുലിൻ്റെ ചാനലിനകത്ത് ഒരു വീഡിയോ കണ്ടത്. അത് നജില മസൂറ എന്ന് പറയുന്ന ഒരു യൂട്യൂബറെ കുറിച്ചുള്ളതായിരുന്നു. ആ വീഡിയോ കണ്ടിട്ട് അവിടെ ഒരു കമൻറ്റ് വിട്ട് അടുത്തൊരു വീഡിയോ കണ്ടു. അത് നമ്മുടെ സുരേന്ദ്രൻ ലൈറ്റ് മീഡിയ എന്ന് പറയുന്നൊരു ചാനലാണ്. ആ ചാനലിനകത്ത് വീഡിയോ ഞാൻ കണ്ടു. അത് ഈ നജില മസൂറ കഴിഞ്ഞ ദിവസം അവരുടെ ചാനൽ വഴി ഷെഫീന ബീവിയുടെ നാവായിക്കുളത്തെ വീടിൻ്റെ ദൃശ്യങ്ങൾ പുറത്ത് വിട്ടിരുന്നു. സോറി, വീടല്ല, ബംഗ്ലാവ്. ആ വീഡിയോ ഞാൻ കണ്ടുകൊണ്ടിരുന്ന സമയത്ത്, അതായത് നജിലയുടെ ആ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഈ പറയുന്ന സുരേന്ദ്രൻ അദ്ദേഹം റിയാക്ട് ചെയ്യുന്നത് ഞാൻ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ആ ഒരു വീഡിയോയ്ക്കകത്ത് ഷെഫീന ബീവി എന്ന് പറയുന്ന യൂട്യൂബർ രേണുവിനെ കുറിച്ച്, അവർക്ക് ക്യാൻസർ ആണ് രേണു തന്നെ തുറന്ന് സമ്മതിച്ച ശേഷവും അവരെ അധിക്ഷേപിച്ചുകൊണ്ട് നടത്തിയ കുറച്ചധികം പരാമർശങ്ങൾ ഞാൻ കേട്ടു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. താല്പര്യമുള്ളവർ ഇരുന്ന് കണ്ടാൽ മതി. ഇതിനകത്ത് ഞാൻ എന്തായാലും ഓഡിയോയോ വീഡിയോ ഒന്നും വെക്കുന്നില്ല. കാരണം മറ്റൊന്നുമില്ല, നല്ല തൊണ്ടവേദനയുണ്ട്, അതാണ് തലവേദനയുണ്ട്. വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ ഉറക്കം പോവും, അപ്ലോഡ് ചെയ്യുന്ന സമയവും വൈകും. അതുകൊണ്ടാണ്. അതിനകത്ത് ആദ്യം നടത്തിയ പരാമർശം രേണുസുധീനെ സൗമ്യ വധക്കേസിലെ പ്രതിയായിട്ടുള്ള ഗോവിന്ദചാമിനെ കമ്പയർ ചെയ്തുകൊണ്ട് ഇവർ രണ്ടുപേരും ഒരേപോലെയാണ്. ഈ പറയുന്ന ഗോവിന്ദചാമിയോട് സൗമ്യയുടെ അമ്മ ക്ഷമിച്ചാൽ താൻ രേണുവിനോട് ക്ഷമിക്കാമെന്നായിരുന്നു ഷെഫീന ബീവി പറഞ്ഞത്. എനിക്കത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഷെഫീന ബീവി ചിരിയാണ് വന്നത്. കാരണം നിങ്ങൾ രേണുവിനെ ഗോവിന്ദചാമിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതൊട്ടും യോജിക്കുന്നില്ല. അത് ഏച്ച് കിട്ടിയാൽ മുഴച്ചിരിക്കുമെന്ന് പറയുന്ന കണക്ക് തന്നെ അതൊട്ടും യോജിക്കുന്നില്ല ആ താരതമ്യം. അതിന് പകരം നിങ്ങളെയും ഗോവിന്ദചാമിനെ തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. കാരണം ഗോവിന്ദചാമി ഒരു പെൺകുട്ടീനെ ബ്രൂട്ടലായിട്ട് റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയ ഒരു പ്രതിയാണ്. അതേപോലെ തന്നെ സ്ത്രീകളെയും കുട്ടികളെയും ബ്രൂട്ടലായിട്ട് സോഷ്യൽ മീഡിയയിൽ വെർബലി റേപ്പ് ചെയ്ത് ആനന്ദം കണ്ടെത്തുന്ന ഒരു സൈക്കോപാത്താണ് നിങ്ങൾ. തെളിവ് സഹിതം ഞാൻ പലപ്പോഴും വീഡിയോസ് ചെയ്തതാണ്. ഈ ഒരു വീഡിയോയ്ക്കകത്ത് എനിക്ക് അതൊന്നും എടുത്ത് വെച്ച് എഡിറ്റ് ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് വയ്യാത്തതുകൊണ്ടാണ്. പിന്നെ മറ്റൊന്ന്, രേണുസുധിയുടെ ചികിത്സ. രേണുസുധി നിങ്ങളുടെ കാലെ വീണ് മാപ്പ് പറഞ്ഞാൽ നിങ്ങൾ രേണുസുധിയുടെ ചികിത്സ നോക്കാമെന്ന്. എനിക്ക് സത്യം പറഞ്ഞ് ചിരിയെ വന്നത്. ഷിതാമോളുടെ 2 ലക്ഷം രൂപ, ഓസിൻ്റെ 3.5 ലക്ഷം രൂപ. എന്തിനാണ് പറഞ്ഞത്? ഒരു ക്യാൻസർ രോഗി അമല ഹോസ്പിറ്റലിൽ ഇപ്പോഴും ട്രീറ്റ്മെൻറ്റിൽ കഴിയുന്ന ഒരു പെൺകുട്ടി, അവരുടെ വോയിസ് ഉൾപ്പെടെ എടുത്തു വെച്ച് ഞാൻ എൻ്റെ ചാനലിനകത്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. എല്ലാവരും ഒന്ന് പോയി കാണണം. ആ പെൺകുട്ടി ഇപ്പോഴും ട്രീറ്റ്മെൻറ്റ് ഇരിക്കുകയാണ്. അവരുടെ വയറിൽ നിന്ന് ഫ്ലൂയിഡ് കുത്തി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ പെൺകുട്ടിയുടെ നിന്ന് 5000 രൂപ കടം മേടിച്ചു. ആ പണം ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല. അതുമാത്രമല്ല, ആ പെൺകുട്ടി ക്യാൻസർ വാർഡിൽ ഡോക്ടർമാരുമായിട്ട് സെക്സ് ചെയ്യുന്നു എന്ന് പറഞ്ഞുണ്ടാക്കിയ നിങ്ങൾ രേണുസുധിയുടെ ചികിത്സ ഏറ്റെടുക്കുമ്പോൾ ആദ്യം നിങ്ങൾ ആ മേടിച്ച ക്യാഷ് മറ്റാരുടെയും കൊടുത്തില്ലേലും ആ ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ ക്യാഷ് ഒന്ന് കൊടുക്കാവും. അതാണ് അങ്ങനെ ആദൂസ് വ്ലോഗ് എന്ന് പറയുന്ന ചാനലിലെ ആദു എന്ന് പറയുന്ന ആ കുട്ടിയുടെ, ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആ കുട്ടിക്ക് വന്ന ചികിത്സാ സഹായം അതുവരെ തട്ടിയെടുത്ത് നിങ്ങൾ രേണുവിൻ്റെ ചികിത്സ നടത്തും പോലും. ഇത് പണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. രേണു ഈ കാര്യം പരസ്യമായിട്ട് വന്ന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നിമിഷം നിങ്ങൾ പിരിവ് തുടങ്ങും രേണുവിൻ്റെ പേരും പറഞ്ഞ്. അങ്ങനെ നിങ്ങൾ പിരിച്ചിട്ടുമുണ്ട്. ആ ചരിത്രമൊന്നും ഇവിടെ എന്നെക്കൊണ്ട് വിളമ്പിപ്പിക്കരുത്. പിന്നെ അതേ കണക്ക് തന്നെ നിങ്ങൾ വിധവ. അതിനകത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടല്ലോ. നിങ്ങളുടെ ഏറ്റവും അവസാനത്തെ പങ്കാളി എന്ന് പറയുന്നത് വിനീതാണ്. നിങ്ങളുടെ മുൻ ചാനലിനകത്ത് നിങ്ങൾ ആ വിനീതിനെ കുറിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോയുടെ ഒരു ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് കമൻറ്റ് ചെയ്യാം. ഷെഫീന വിനീത്, അത് നിങ്ങളുടെ തന്നെ പേജായിരുന്നു. ഈ പറയുന്ന വിനീത് നിങ്ങളുടെ പാർട്ട്ണറായിരുന്നു. അല്ലെങ്കിൽ അത് വേണ്ട, അത് പറഞ്ഞു കഴിഞ്ഞാൽ മോശമായിപ്പോൾ സ്ത്രീവിരുദ്ധതയായിപ്പോൾ. ഇനിയിപ്പോൾ വിനീതിന് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു ക്രൈം നമ്പർ വായിക്കാം. ക്രൈം നമ്പർ 33/2021 ഓഫ് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ, തിരുവനന്തപുരം റൂറൽ. അതിനകത്ത് നിങ്ങളുൾപ്പെടെ വാദിയാണ്. വിനീത് ഉൾപ്പെടെ 7ഓളം പ്രതികളുണ്ട്. അതിൻ്റെ ജഡ്ജിമെൻറ്റിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. ഞാൻ തെളിവ് സഹിതമാണ് സംസാരിക്കുന്നത്. ഇതിപ്പോൾ എനിക്ക് ഇവിടെ വെക്കണമെന്നുണ്ട്, പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയമില്ലാത്ത കാരണം ഈ സാധനത്തിനകത്ത് കൃത്യമായിട്ട് ആ ജഡ്ജിമെൻറ്റ് കോപ്പി ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമില്ലെന്ന് അറിയത്തില്ല. ഇത് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താലും കിട്ടും. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് വിധവയാകുന്നത്?
പിന്നെ മറ്റൊന്ന്, നിങ്ങൾ ഹാൻഡിക്യാപ്ഡ്, നിങ്ങൾ മുഖ്യ ലൈവ് ഉണ്ടായിരുന്നു. അത് രേണുസുതി തന്നെ നിങ്ങളെ ചട്ടുകാലി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. നിങ്ങൾക്ക് മുള്ളാൻ പോലും സ്വമേധയെ എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ രേണുവിനെ പരിഹസിച്ചുകൊണ്ട് ചെയ്ത ഒരു ലൈവ് ഉണ്ടായിരുന്നു. ആ ലൈവ് നിങ്ങൾ മുക്കി. അതും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. വേണമെങ്കിൽ ഞാൻ നാളെ അത് ഇൻസ്റ്റാഗ്രാമിലിടാം. കാരണം മറ്റൊന്നുമില്ല, നിങ്ങൾക്കൊരു വൃത്തികെട്ട സ്വഭാവമുണ്ട്. നിങ്ങളുടെ കള്ളങ്ങൾ പൊളിച്ചുകൊണ്ട് ആരെങ്കിലും ഒരു വീഡിയോ ചെയ്താൽ അതിനകത്ത് നിങ്ങളുടെ വോയിസോ നിങ്ങളുടെ ഫോട്ടോയോ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്ട്രൈക്ക് അടിക്കും. കാരണം നിങ്ങളെക്കുറിച്ചുള്ള സത്യങ്ങൾ, നിങ്ങൾ നടത്തുന്ന തട്ടിപ്പുകളുടെ തെളിവുകൾ അത് പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല. നിങ്ങളുടെ പല തട്ടിപ്പുകളും പൊളിയും. അതുകൊണ്ട് നിങ്ങൾ സ്ട്രൈക്ക് അടിക്കും. അങ്ങനെ നിങ്ങൾ സ്ട്രൈക്ക് അടിച്ച ചരിത്രമുണ്ട്. ചാനൽ ഹാക്ക് ചെയ്ത ചരിത്രമുണ്ട്. KN റോസ്റ്റ് എന്ന് പറഞ്ഞ ചാനലിന് 2 സ്ട്രൈക്ക്. നൗഷാദ് റസീന എന്ന് പറഞ്ഞ ചാനലിൽ 2 സ്ട്രൈക്ക്. ഓസ് മലയാളിയുടെ ചാനൽ ഹാക്ക് ചെയ്തു. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. എൻ്റെ ചാനലിലോട്ട് മാത്രമേ ഇതുവരെ പണി തരാതിരുന്നുള്ളൂ. ഇതിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾ നടത്തിയ പല സാമ്പത്തിക തട്ടിപ്പുകളുടെ തെളിവുകൾ. എൻ്റെ ഒരു പ്ലേലിസ്റ്റ് തന്നെയുണ്ട് നിങ്ങളുടെ പേരും പറഞ്ഞുകൊണ്ട്. അതിനകത്ത് നിങ്ങളെക്കുറിച്ച് ഞാൻ ചെയ്തിരിക്കുന്ന വീഡിയോസും ലൈവുകളും കാര്യങ്ങളും എല്ലാം കിടപ്പുണ്ട്. അതിനകത്തെല്ലാം നിങ്ങൾ മേടിച്ച തുകകളുടെ കണക്കും കാര്യങ്ങളും കിടപ്പുണ്ട്. ഇത്രയധികം സാമ്പത്തിക സ്ഥിതി ഉണ്ടെങ്കിൽ, അതായത് രേണുവിൻ്റെ ചികിത്സ നിങ്ങൾക്ക് ഏറ്റെടുത്ത് നടത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആ മേടിച്ച ക്യാഷ് നിങ്ങൾ തിരിച്ചു കൊടുക്കണം. അതിന് സമ്മതമാണോ? അതായത് ഓസിൻ്റെ, ശിതാമോളുടെ, അതായത് കുറേയധികം സ്ത്രീകളുടെ ക്യാഷ്, അതേപോലെ തന്നെ ആ ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ ക്യാഷ്, നിങ്ങൾ ക്യാൻസർ വാർഡിൽ ഡോക്ടർമാരുമായിട്ട് അവിഹിതം നടത്തുന്നു എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച ആ പാവപ്പെട്ട ക്യാൻസർ രോഗിയുടെ കയ്യിൽ നിന്ന് നിങ്ങൾ തട്ടിയെടുത്ത ക്യാഷ്, ഇതെല്ലാം കൊടുക്കാൻ തയ്യാറാണോ? അത് കൊടുത്തിട്ട് നിങ്ങൾ രേണുവിൻ്റെ ചികിത്സ നടത്തുക. അല്ലെങ്കിൽ എൻ്റെ പൊന്ന് രേണു, നിങ്ങൾ ആ ക്യാഷ് ദയവ് ചെയ്ത് മേടിക്കരുത്. കാരണം ഒത്തിരിയധികം സ്ത്രീകളുടെ അല്ലെങ്കിൽ ഒത്തിരിയധികം അമ്മമാരുടെ കണ്ണുനീര് വീണ ക്യാഷാണത്. കാരണം മറ്റൊന്നുമല്ല, ഇവർ പലരിൽ നിന്ന് പണം കടം മേടിച്ചിട്ട് അത് തിരിച്ചു ചോദിച്ച സ്ത്രീകളെല്ലാം വേശ്യയും അവിഹിതക്കാരികളുമാക്കി അവരുടെ പെൺമക്കളെക്കുറിച്ച് വരെ ലൈംഗികപരമായിട്ടുള്ള അധിക്ഷേപങ്ങളും നടത്തി ഇവർ ഉണ്ടാക്കിയ ക്യാഷാണത്. ഇന്നും പലരുടെയും വോയിസ് ക്ലിപ്പുകളും മറ്റു കാര്യങ്ങളൊക്കെ എൻ്റെ ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ ഒന്നും അറിയാത്ത പാവപ്പെട്ട സ്ത്രീകളുടെ ഫോൺ നമ്പറുകൾ കച്ചവടം ചെയ്ത് വാങ്ങിയ ക്യാഷാണത്. അതിൻ്റെയും തെളിവ് എൻ്റെ ഇരിപ്പുണ്ട്. ഞാൻ നാളെ അത് ഇൻസ്റ്റാഗ്രാമിൽ ഇടാം, ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട്. എന്താ ഇടട്ടെ? പണ്ടൊരിക്കൽ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നീ എൻ്റെ വീട്ടുകാരെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഞാനത് നാളെ പബ്ലിഷ് ചെയ്യും. വോക്ക് വിത്ത് വിഷ്ണു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്. അത് ഞാൻ അതിനകത്ത് ഇട്ട ശേഷം അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടും. ആവശ്യമുള്ളവർക്ക് പോയിരുന്ന് കാണാം. ഞാൻ ഇപ്പോഴും കേരളത്തിലെ സ്ത്രീകളോട് പറയുന്നുണ്ട്, ദയവ് ചെയ്ത് ഇവർക്ക് നിങ്ങളുമായിട്ട് പേഴ്സണലി ഒരു കോണ്ടാക്റ്റും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ ഇവരുമായിട്ട് ബന്ധം സ്ഥാപിക്കരുത്. സ്ഥാപിച്ചു കഴിഞ്ഞാൽ കുടുംബം കുട്ടിച്ചോറായി പോകും. അപ്പം ഞാൻ ചോദിച്ച ഈ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം. ഒന്ന്, വിനീത് ആരാണ്? വിനീത് നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ്? അത് തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഞാൻ ഈ ഒരു കേസിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ വെച്ചുകൊണ്ട് ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹാൻഡിക്യാപ്ഡ് ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞ വീഡിയോ, നിങ്ങൾ ചെയ്ത ലൈവ്, ആ ലൈവിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ഇപ്പോഴും തന്നെ ഇരിപ്പുണ്ട്, 3 മിനിറ്റ്. അതിപ്പോൾ രേണുസുതിയുമായിട്ട് കോൺടാക്റ്റ് ഉള്ള ആളുകൾക്ക് ഞാൻ ഓൾറെഡി അയച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് ഓൾറെഡി നിങ്ങളുടെ ഈ വീഡിയോ അവർ കണ്ടു കാണുമല്ലോ, സുരേന്ദ്രൻ ചേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ കണ്ടു കാണും. അന്നേരം അവർക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ഒരു തെളിവ് വേണ്ടേ? അതിനു വേണ്ടിയിട്ട് ഞാൻ അത് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവരന്നേരം ബാക്കി അത് വേണം പബ്ലിഷ് ചെയ്തോട്ടെ. ഞാൻ അന്നേരം തൽക്കാലം ഇവിടെ വെക്കുന്നില്ല. അങ്ങനെ ഉള്ളപ്പോഴത്തേക്ക് ഈ വക കാര്യങ്ങളെല്ലാം ഒന്ന് ഓർക്കുക. പിന്നെ ഗോവിന്ദചാമിയായിട്ട് രേണുവിനെയല്ല കമ്പയർ ചെയ്യേണ്ടത്. സ്ത്രീകളെയും പെൺകുട്ടികളെ സെക്ഷലി വെർബലി റേപ്പ് ചെയ്യുന്ന നിങ്ങളെന്ന തേർഡ് റേറ്റ് ക്രിമിനലിനാണ് ഗോവിന്ദചാമിയുമായിട്ട് താരതമ്യപ്പെടുത്താനുള്ള യോഗ്യതയുള്ളത്. നിങ്ങളെയാണ് ഗോവിന്ദചാമിയായിട്ട് താരതമ്യപ്പെടുത്തേണ്ടത്. ഗോവിന്ദചാമി എന്ന് പറയുന്നത് ഒരു സൈക്കോപാത്താണ്. അവന് സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ അന്നേരമേ ഉദ്ധാരണം ഉണ്ടാവും. അതേപോലെ തന്നെയാണ് നിങ്ങളും. നിങ്ങൾക്ക് ഈ നാട്ടിലുള്ള ഏതെങ്കിലും സ്ത്രീകളെ, ഒരു പെൺകുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ അന്നേരം നിങ്ങൾ അവരെക്കുറിച്ച് പച്ച അവിഹിതം, ഒന്നെങ്കിൽ അവർ വാട്സപ്പിൽ കണ്ടവന്മാർക്ക് മുന്നിൽ തുണി വെക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ അവർ ഗേ ആയിരിക്കും, അല്ലെങ്കിൽ അവർ ലെസ്ബിയൻ ആയിരിക്കും. ഈ പട്ടപ്പേരുകൾ സ്ത്രീകൾക്ക് ചാർത്തി കൊടുക്കുന്ന തേർഡ് റേറ്റ് ക്രിമിനലാണ് നിങ്ങൾ, അല്ലെങ്കിൽ തേർഡ് റേറ്റ് സൈക്കോപാത്താണ് നിങ്ങൾ. കഴിഞ്ഞ ദിവസം നാഗ അവർ നിങ്ങളെ നല്ല തെരുവ് വിളിച്ചില്ലേ? അവരെ കഞ്ചാവ് എന്ന് വിളിച്ചിട്ട് അവർ ചോദിച്ച ചോദ്യം കറക്റ്റ് അല്ല. നിങ്ങളാണോ അവർക്ക് കൊണ്ട് കഞ്ചാവ് കൊടുക്കുന്നത്? ദൈവത്തെ ഓർത്ത് ഇനിയും നാട്ടുകാരുടെ വായിക്കുന്ന തെറി സ്വയവും മേടിച്ച് കൂട്ടരുത്. ആ പാവപ്പെട്ട ഉമ്മയ്ക്കും, അവരെ ഞാൻ പാവപ്പെട്ടതൊന്നും വിളിക്കുന്നില്ല, പിന്നെ പ്രായം കൊണ്ട് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് ആ ഉമ്മേനെ നാട്ടുകാർ തെളിവ് കേൾപ്പിക്കില്ല.
കാരണം ഷാരൂഖ് പഴയ ഒരു വോയിസ് ക്ലിപ്പ് അത് ഞാൻ കേട്ടതാണ്. ചക്കയും ചിക്കൻ കറിയും അതൊന്നും എന്നെ കൊണ്ട് വിളമ്പിപ്പിക്കരുത്. അപ്പം ശരിയാണ്, ബൈ.